സർ, ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്ന് നമ്മളുടെ ചർച്ചയിലേക്ക് നയിച്ച വാർത്ത തന്നെ 4.187 ട്രില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക ശക്തിയായി ഭാരതം വളർന്നിരിക്കുന്നു, വൻതോതിൽ കുതിച്ചിരിക്കുന്നു, 4ാമത്തെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നാണ് IMFൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നീതി ആയോഗ് തന്നെ അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ നേട്ടത്തെയും വരാനിരിക്കുന്ന ലക്ഷ്യങ്ങളെയും കണക്കാക്കുന്നത്? ആദ്യമായി ഈ ചർച്ച, ഈ വിഷയം മുന്നോട്ട് വെച്ച ജനൻ ടിവിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ശ്രീ മോഹൻ വർഗീസ്, അദ്ദേഹം വളരെ ദീർഘമായി തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വിഷയത്തില് കഴിഞ്ഞ ഒരു 1000 വർഷത്തെ ഒന്നാം ഏടി തൊട്ട് ആഗ്നസ് മാഡിസൺ റിപ്പോർട്ടുകൾ എല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് രാജ്യത്തിന്റെ വികസനം നടന്നത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ ജനങ്ങൾക്ക് പൂർണ്ണമായും, എൻ്റെ ജനൻ ടിവിയുടെ കേൾവിക്കാർക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കാതെ വേറെ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ ഇന്ത്യയുടെ വളർച്ച ഈ 4ാം സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാതെ, മറ്റ് രാജ്യങ്ങളിൽ ക്ഷാമം ഉണ്ടാക്കാതെ, മറ്റു രാജ്യങ്ങളുടെ നിയന്ത്രിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെയാണ് കഴിഞ്ഞ 1000 അല്ലെങ്കിൽ 2000 വർഷങ്ങളായി, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മറ്റു വിദേശ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കാതെയാണ് ഇന്ത്യ തങ്ങളുടെ ചരിത്രം അല്ലെങ്കിൽ സാമ്പത്തിക ചരിത്രം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിനെ എതിർക്കുവാൻ എനിക്കൊന്നും ഒരു ഇന്ത്യക്കാരനും തയ്യാറാവില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടാലും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പണ്ട് ഇവിടെ കൊള്ളയടിച്ച്, ഇവിടെ വേൾഡ് വാർ 2 1996 അല്ലെങ്കിൽ 93 1943 ഇന്ത്യയിൽ ക്ഷാമമുണ്ടാക്കി ബ്രിട്ടീഷുകാരൻ ചതിച്ച ചതികളും അതിൽ നിന്നെല്ലാം നമ്മൾ ബംഗാൾ ക്ഷാമവും മറ്റുള്ള ക്ഷാമവും ഒക്കെ നമുക്കറിയാം. ജപ്പാനെല്ലാം സിംഗപ്പൂരിലൊക്കെ വന്ന് ആക്രമിച്ച് കീഴടക്കിയപ്പോൾ സിംഗപ്പൂരും മലേഷ്യയും എല്ലാം കീഴടക്കി എന്നുള്ള കാലഘട്ടം വന്നപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ക്ഷാമം ഉണ്ടാക്കിയത്? കോഹിന്നൂർ മുതൽ അരി വരെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടും അദ്ദേഹം സൂചിപ്പിച്ചു, അവർക്ക് ലോക ചരിത്രത്തിൽ ഏതാണ്ട് ഒരു 9%, 10% കൂടുതൽ ഒരിക്കലും GDP ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 30-33% GDP ഉണ്ടാക്കിയിരുന്ന വലിയ രാജ്യമായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാജ്യം ഈ 4ാം സ്ഥാനത്തിലെത്തുമ്പോൾ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കുള്ള ബേസിക് സർവീസ് എത്തിച്ചുകൊണ്ട് കൂടിയാണ് ഇന്ത്യയുടെ വളർച്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാധാരണ ജനങ്ങൾക്ക്, 80 കോടി ജനങ്ങൾക്ക് അരി എത്തിക്കാൻ കഴിയുന്ന, പാവപ്പെട്ടവന് കൃത്യമായി ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്ന വികസനത്തിന്റെ, ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിലുള്ള വികസനത്തിന്റെ കൂടി നേട്ടമാണ് ഈ ചരിത്ര നേട്ടമാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഈ 4ാം സ്ഥാനം. അല്ലാതെ വെറും പുത്തൻ പണക്കാരെ സൃഷ്ടിച്ചു കൊണ്ടുള്ളതല്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് നീതി ആയോഗിന്റെ ചെയർമാൻ പറഞ്ഞത്, the 5% of the extreme poverty. അത് മാത്രമേ ഉള്ളൂ. എത്രത്തോളം എക്സ്ട്രീം പോവർട്ടി ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ, അതിന്റെ 1% എക്സ്ട്രീം പോവർട്ടി ഉണ്ട്, അല്ലെങ്കിൽ 60,000 പേരുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ കേരളം പോലുള്ള സ്ഥലത്ത് പോലും ഇത്രയും എക്സ്ട്രീം പോവർട്ടി ഉള്ളപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇത്തരത്തിലുള്ള പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം, ഏറ്റവും ഭീകരമായ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തില് നിരന്തരമായി ഈ ഗവൺമെന്റിനെ, നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന എക്കണോമിക്കൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ അല്ലെങ്കിൽ അതിന്റെ രീതിയെ നിരന്തരം വിമർശിച്ചിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് പിന്നെ വിമർശിക്കാം, രാഷ്ട്രീയ നേതാക്കൾക്ക് വിമർശിക്കണം. പക്ഷെ അത്തരത്തിലുള്ള വിമർശനത്തെ സാധൂകരിക്കും വിധം നിരന്തരമായി ചില സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വെച്ച ആശയങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ഹിന്ദു എക്കണോമിക് റേറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നെഹ്റുവിയൻ കാലഘട്ടം തൊട്ട് അവസാനം 1978 വരെ 3 to 4% ഗ്രോത്ത് ഹാസ് ബീൻ കോൾഡ് ആസ് എ ഹിന്ദു എക്കണോമിക് ഗ്രോത്ത്. രാജ്കൃഷ്ണൻ എന്നുള്ള സാമ്പത്തിക വിദഗ്ധനാണ് അത് പറഞ്ഞിരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിന് മറ്റു ചില സാധൂകരണം ഉണ്ടാവാം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത്തരത്തിലെ പറ്റുകയുള്ളൂ എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെന്റിനെ ഞാൻ അംഗീകരിക്കുന്നു, ഒരു പരിധി വരെ അംഗീകരിക്കുന്നു. പക്ഷേ അതിനുശേഷവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇന്ത്യ ബിക്കേം ദ ഫ്രജൈൽ ഫോർ സ്റ്റേറ്റ് ആയത്? ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും 5 ദരിദ്ര രാജ്യങ്ങളുടെ അല്ലെങ്കിൽ തകർന്നു പോകുന്ന നേഷൻസിന്റെ കൂടെ ആയിപ്പോയിട്ട് എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് സ്വർണം വരെ പണയം വെക്കുവാൻ കൊണ്ടുപോയത് എന്നുകൂടി ആലോചിക്കണം. അപ്പോ ഇന്ത്യ ബിക്കേം ദ ഫ്രജൈൽ 5.
സ്റ്റേറ്റുകളായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനുശേഷം മുന്നോട്ട് വന്നപ്പോഴാണ് വീണ്ടും ഈ കൊറോണ കാലഘട്ടത്തിലും അവസാന കാലഘട്ടത്തിലും ഫ്രണ്ട് ലോഡ് എക്കണോമിയാണ് വേണ്ടത്. നിരന്തരം ജനങ്ങൾക്ക് പണം നൽകണം, അല്ലാതെ എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു മൾട്ടി പർപ്പസിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത് അല്ല നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം നരേന്ദ്രമോദി സർക്കാരിനെ ആക്രമിച്ച സാമ്പത്തിക വിദഗ്ധരും ഇത്തരം രാഷ്ട്രീയം അറിയാത്ത രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിരുന്നു. അവർ കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയെ ആക്രമിച്ചിരുന്നു, നരേന്ദ്രമോദി സർക്കാരിനോട് എതിര് പറഞ്ഞിരുന്നു. രണ്ടാമത് നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കിയപ്പോൾ ദ ബുദ്ധ ലോഫ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി അല്ല, അതിനു മുമ്പ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാക്കിയപ്പോൾ ലോക രാജ്യങ്ങൾ നമ്മളെ എതിർക്കുമെന്ന് പറഞ്ഞ് അത്ര എതിർത്തിരുന്നു. ഇന്ന് നമ്മൾ ലോകത്തിലെ സാമ്പത്തിക ശക്തി മാത്രമല്ല മഹത്തായ സൈനിക ശക്തിയായിരിക്കുന്നു. അത് ജനങ്ങൾ അംഗീകരിച്ചു. ഞാനിത് പറഞ്ഞു വരുന്നത് അത് കേവലം സാമ്പത്തിക ശക്തിയുടെ കാര്യം മാത്രമല്ല, ഇത് സാധാരണക്കാരന്, പാവപ്പെട്ടവർക്ക് അവന് വികസനം എത്തുന്നു, അവന് ഭക്ഷണം എത്തുന്നു, അവന് വേണ്ടുന്ന ബേസിക് സർവീസ് അവന്റെ മുന്നിലെത്തുന്നു, അവന് വേണ്ട ഇപ്പൊ ഡിജിറ്റൽ മണി അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നമുക്കറിയാം. അത് വന്നപ്പോൾ GST വന്നപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധരായ ധനകാര്യ മേലധ്യക്ഷന്മാർ മുന്നോട്ട് വെച്ച് പറഞ്ഞത്? അവർ പറഞ്ഞത് ഇവിടെ എങ്ങനെയാണ് ഗ്രാമങ്ങളിൽ ഈ ധനത്തിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കുന്നത്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ കളിയാക്കിയിരുന്നു. ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ബിക്കെയിം ദ വേൾഡ് ഫേമസ്. മറ്റ് രാജ്യങ്ങൾ അത് പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇന്ത്യക്ക് പ്രത്യേകമായ ഒരു സാമ്പത്തിക രീതിയുണ്ട്, ആ ശാസ്ത്രമുണ്ട്, അതിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. അത് മറ്റുള്ളവരെ ആക്രമിക്കാതെ, മറ്റുള്ളവരുടെ നയങ്ങൾ സ്വീകരിക്കാതെ സ്വന്തമായ ഒരു രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. ആ രാഷ്ട്രീയമാണ് ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഒരു 10ാം രാജ്യത്തിൽ നിന്ന് ഇത്ര കുതിച്ചുയർന്നുകൊണ്ട് ഇപ്പോൾ 4ാമത്തെ രാജ്യമായി വളർന്നിരിക്കുന്നത്, സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നത്. അത് തീർച്ചയായും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത, ഇന്ത്യയുടെ ബേസിക് കാര്യങ്ങളെ, ഇന്ത്യയുടെ തനിമയെ അത് മുൻനിർത്തിക്കൊണ്ട് അതിനെ തകർക്കാതെ അതിലൂന്നിക്കൊണ്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ വളർച്ച ഇനി അടുത്ത വർഷങ്ങളിൽ എങ്ങനെയാകും എന്നുള്ളത് ഞാൻ വീണ്ടും ശ്രീ മോഹൻ വർഗീസിനെ ആശ്രയിക്കുന്നു. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി വന്നതുകൊണ്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. പക്ഷെ ജനങ്ങൾക്ക് ആഗ്രഹത്തനുസരിച്ച്, അവരുടെ പ്രതീക്ഷയനുസരിച്ച് അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ പോകുന്ന ദൃഢതയുള്ള ഒരു ഗവൺമെന്റ് വേണം, ലക്ഷ്യബോധമുള്ള രാഷ്ട്രീയ നേതാവ് വേണം. അതിനൊപ്പം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുവാനുമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടേ കഴിയൂ എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഭാരതത്തിന്റെ അടുത്ത വളർച്ച, അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിലേക്ക് അത് ഏതാണ്ട് 1-2 വർഷമോ 3 വർഷമോ ഉള്ളിൽ നമ്മളൊരു 5.5 ട്രില്യൺ എക്കണോമി ആയിക്കഴിഞ്ഞാൽ വി ക്യാൻ ഓവർടേക്ക് ദ ജർമ്മനിയും ഓവർടേക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ചൈനയായിരിക്കാം 1ാം സ്ഥാനത്ത്, ചൈനയോ അമേരിക്കയോ ഓവർടേക്ക് ചെയ്യേണ്ട സ്ഥിതി വരും. ഇതെല്ലാം ഭാവിയിൽ ഓരോരോ യുദ്ധങ്ങളും എങ്ങനെയാണ് തകർക്കുന്നത്, എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്നും ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കാരണം അടുത്ത ഓരോ പടിയും വലിയ രാജ്യങ്ങളോടുള്ള ഒരു മുന്നേറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണങ്ങൾ മാത്രമല്ല, സൈനിക ആക്രമണങ്ങൾ മാത്രമല്ല, മറ്റുള്ള എല്ലാ രീതിയിലും ഈ പറയുന്ന നികുതി ഭീകരതയും എല്ലാം വരുമ്പോൾ അവയെ നേരിടുവാൻ ശക്തമായ രാഷ്ട്രീയ നേതൃത്വവും ഐക്യവും വേണം. വിദേശ രാജ്യങ്ങളോടുള്ള ഡീലിംഗിൽ നമ്മൾ സാധാരണക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ പ്രതീക്ഷിക്കരുത്. ഇറ്റ്സ് എ ലോങ് ടൈം ജേണിയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവസാനമായി താങ്കൾ പറഞ്ഞ ചോദ്യം, ഇന്ത്യയുടെ അടുത്ത ഒരു കാലഘട്ടം അല്ലെങ്കിൽ വളർച്ച 2050 വരെ അല്ലെങ്കിൽ 2047 വരെ വികസിത ഭാരതം എന്നുള്ള സങ്കല്പം മുന്നോട്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ഇന്ത്യനൈസേഷൻ വേണ്ടിവരും. മറ്റു രാജ്യങ്ങളുടെ നിർമ്മാണ പ്രക്രിയകളും അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മാത്രം കണക്കിലെടുത്തുകൊണ്ട് അവയെ പറ്റിക്കൊണ്ട് നമുക്കിനി വികസനം ഒരുപക്ഷെ സാധ്യമല്ല. അതിപ്പോ ഏത് കാര്യത്തിലായാലും, അത് ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ വിദേശകാര്യ രംഗത്തെ മറ്റുള്ള എക്കണോമിക്സിന്റെ കാര്യത്തിലായാലും, അതുപോലെ അന്താരാഷ്ട്ര തലത്തിലും, അതുപോലെ തന്നെ വ്യോമയാന തലത്തിലോ അല്ലെങ്കിൽ ബഹിരാകാശ തലത്തിലോ എല്ലാം നമുക്കൊരു ഇന്ത്യനൈസേഷൻ വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റുള്ള പലരും പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇത്രയൊക്കെ ക്ഷാമമുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ചൊവ്വയിലേക്ക് ഗ്രഹങ്ങളെ വെഹിക്കിൾ വിടുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനിയുള്ള ഗ്രോത്തിന്റെ പീരീഡ് ഒരു ആഗോള തലത്തിൽ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് നമുക്ക് ഒരു സാർവദേശികമായ
ഒരു സാർവത്രികമായ വികസനം വേണം. അത് ഇന്ത്യൻ എക്കണോമിക്സും ഇന്ത്യൻ സയൻസും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ സ്റ്റാർട്ടപ്പ് വരുന്ന പോലെ തന്നെ ഇന്ത്യയിൽ കൂടുതൽ R&D റിസർച്ച് വരണം. ഇന്ത്യയിൽ കൂടുതൽ ഇന്ത്യനൈസേഷൻ വരണം ഓരോ ടെക്നോളജിയിലും. അത് ഭാരതീയ ശാസ്ത്ര പാരമ്പര്യം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ രാജ്യത്ത് മുടങ്ങിക്കിടന്നിരുന്ന ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഒരു വികസനം അതിൽ മുന്നിൽ പിടിച്ചുകൊണ്ട്, അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അതിൽ ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനവും കൂടി വേണം. അങ്ങനെ ആയാൽ മാത്രമേ 2050 ഇന്ത്യക്ക് ചൈനയെയും കടന്നുകൊണ്ട് ലോകത്തിന്റെ നറുകയിലെത്താൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.